നമസ്കാരം. സഖാവ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞതിന് ശേഷം വാടകയ്ക്ക് താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വീടിനെ കുറിച്ച് UDF സൈബർ പോരാളികൾ പടച്ചുവിടുന്ന കാര്യങ്ങൾ സത്യമാണോ? ഒരുപക്ഷെ സത്യമാണെന്ന് നമ്മളേവരും വിശ്വസിച്ചു പോകും. 3 ലക്ഷം വീട്ടുവാടക, സ്വിമ്മിംഗ് പൂൾ, ലക്ഷറി സെറ്റപ്പ്, ജിമ്മ് എന്ന് വേണ്ട കൊട്ടാര സദൃശ്യമായ ആഡംബര പഞ്ചനക്ഷത്ര വീടാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. യഥാർത്ഥത്തിൽ ആ വീട് നിംസിൻ്റെതാണ്. 3 ലക്ഷം പോയിട്ട് 1.5 ലക്ഷം റെന്റ് പോലുമില്ല. സഖാവിന് താമസിക്കാൻ സൗജന്യമായി കൊടുത്തതാണ്. 4 ബെഡ്റൂം, 1 ഹാൾ, കിച്ചൺ, ഓഫീസ് റൂം, അത്രയേ സൗകര്യം വീടിനുള്ളൂ. അതൊക്കെ ഒരു ആഡംബരമാണ്. ഇന്ന് ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഏത് വീടാണ് നമുക്ക് ചുറ്റുമുള്ളത്? സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞത് 2 അടി വീതിയുള്ള ഒരു മീൻകുളം. ജിം എന്ന് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ സ്വന്തമായി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെഡ്മിൽ. ഇതൊരു പഴയ വീടായിരുന്നു, മെയിൻ്റെനൻസ് ചെയ്തതാണ്. ആ മെയിൻ്റെനൻസ് ചെയ്തിട്ടാണ് താമസം തുടങ്ങിയത്. വാട്ടർ ടാങ്ക് വരെ കേടായിരുന്നു. ഇതിന് പിറകിൽ നേരത്തെ ഉണ്ടായിരുന്ന വത്സല നഴ്സിംഗ് ഹോം നിംസ് വാങ്ങിയിരുന്നു. അവരാണ് ഈ പഴയ കെട്ടിടവും വാങ്ങിച്ചത്. ഇതാണ് ഈ പറയുന്ന ആഡംബര വീട്. കോൺഗ്രസ് സൈബർ പോരാളികൾ ഇതിന് പറയുന്നത് കേരളത്തിന്റെ ബുർജ് ഖലീഫ ലോഞ്ച് ചെയ്തു കഴിഞ്ഞുവെന്നാണ്. ഇതൊക്കെ കേട്ട് സഖാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ക്ലാരിഫിക്കേഷൻ ഇടുന്ന ആളല്ല, കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുമല്ല. അതുകൊണ്ട് എന്ത് പച്ച നുണകളും പടച്ചുവിടാം. അത് തുടരുന്നു. നമ്മൾ ഓർക്കണം, ഒരു താൽക്കാലിക വാടക വീടിനെ എടുത്ത് 3 ലക്ഷം വാടക എന്ന് പറയുന്നതിന് ഒരു ഉളുപ്പുമില്ലേ? ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ പറയണം. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്നതല്ല. പ്രതിപക്ഷ നേതാവാണെങ്കിലും അതൊരു അധികാര സ്ഥാനമല്ല. അതുകൊണ്ട് അങ്ങയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടത് അങ്ങയുടെ പാർട്ടിയുടെയും ചുമതലയാണ്. ഇന്ത്യയിലെ ഏറ്റവും കോടീശ്വരനായ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനാണെന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പക്ഷേ ഈ പോസ്റ്റുകൾ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഫേക്കാണെന്ന് അറിയില്ല. അവരത് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴും അവരുടെ ഇര താങ്കളാണ്. താങ്കളിലൂടെയാണ് അവർ പാർട്ടിയെയും ഇനി ആക്രമിക്കുന്നത്. അത് പ്രതിരോധിക്കാൻ അങ്ങേക്കും പാർട്ടിക്കും ബാധ്യതയുണ്ട്.